ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാനുള്ള സന്നദ്ധത ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ഫെഫ്കയുടെ അടിയന്തര ജനറൽ കൗൺസിൽ യോഗം ഇപ്പോൾ ചേരുകയാണ്. ഉണ്ണികൃഷ്ണന്റെ രാജി ജനറൽ ബോഡി അംഗീകരിച്ചിട്ടില്ല. നവമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ബി ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജിവെക്കുവാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചു. പക്ഷേ അവിടെ അംഗങ്ങൾ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എന്നാണല്ലോ. ഇതിനു മുൻപും ഇദ്ദേഹം രാജിവെക്കും ഞാൻ എന്നൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇപ്പോൾ അടിയന്തരമായി സംഭവിച്ചത്? മഞ്ജുഷ, എന്തായാലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് താൻ രാജിവെക്കുകയാണെന്ന് ഇന്നിപ്പോൾ ചേർന്ന ഫെഫ്കയുടെ യോഗത്തിൽ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രാജി അംഗങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടെ അടിയന്തര യോഗത്തിന്റേതാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നതിൽ കൂടുതൽ വിശദീകരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് യോഗത്തിൽ അത് രാജിവെക്കേണ്ട എന്നൊരു തീരുമാനമാണ് അംഗങ്ങൾ എല്ലാവരും കൂടി തന്നെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചില വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ പുറത്തു വന്ന് മാധ്യമങ്ങളോട് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകുമെന്നാണ് നമുക്ക് കരുതുന്നത്. 2018 മുതലാണ് അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത്. അതിനിടയിൽ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം ഉണ്ടായി ഏറ്റവും ഒടുവിലായി ബിജു മേനോനെതിരായിട്ട് വരെ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിനൊക്കെ കാരണം അതിൽ മുൻപന്തിയിൽ നിന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ബി ഉണ്ണികൃഷ്ണനായിരുന്നു. സിനിമാ സംഘടനകൾക്ക് ഇടയിലുള്ള തർക്കങ്ങളിലെല്ലാം മധ്യസ്ഥത വഹിക്കുകയും കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ. എന്തായാലും പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ സംഘടനയിൽ നിന്നും രാജിവെക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനം, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി ഉണ്ണികൃഷ്ണൻ തന്റെ സിനിമയ്ക്ക് ഈ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ചില നിലപാടുകളൊക്കെ പറഞ്ഞിരുന്നു. തന്റെ സിനിമ പ്രതിച്ഛായ എന്ന സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ചില റിവ്യൂകളുണ്ട്, അതിനുവേണ്ടി സംഘടന ഒറ്റക്കെട്ടായി പ്രതികരിക്കണം എന്ന തരത്തിലൊക്കെ അദ്ദേഹം പരാമർശം നടത്തിയിരുന്നു. പക്ഷേ സംഘടനയിൽ നിന്ന് വേണ്ട രീതിയിലുള്ളൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാത്തൊരു സാഹചര്യമൊക്കെ രാജിക്ക് കാരണമാകുന്നുണ്ട് എന്നൊക്കെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിലൊക്കെ നമുക്കൊരു വ്യക്തത വരാൻ സാധിക്കും. എന്നാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. താൻ സംഘടനയിൽ രാജിക്കത്ത് നൽകാൻ പോവുകയാണ്, താൻ രാജിവെക്കുന്നു എന്നൊരു കാര്യം മാധ്യമങ്ങളോട് അറിയിച്ചത്. പക്ഷേ സംഘടനയ്ക്കുള്ളിൽ, അതായത് യോഗത്തിൽ ഇക്കാര്യം അദ്ദേഹം രാജിക്കത്ത് കൈമാറിയപ്പോൾ അവർ അംഗീകരിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണൻ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. നമുക്ക് അറിയാം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ രാജി അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാജിയിലേക്ക് തന്നെയാണോ അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ, അതോ മറ്റിപ്പോ സംഘടനയുടെ ആവശ്യപ്രകാരം തുടരുകയാണോ, അതോ രാജിവെക്കുകയാണോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ബി ഉണ്ണികൃഷ്ണന് പറയാനുള്ളത്? കാരണം ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് വർഷങ്ങളായി അദ്ദേഹം തന്നെയാണ് പല കടുത്ത തീരുമാനം ക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ നിന്നൊരു വ്യക്തി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ. അതിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് സംഘടന ഇതുവരെയും ഒറ്റക്കെട്ടായി പറഞ്ഞിരുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പിന്തുണയും ഒക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി സംഘടന അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അംഗങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ വന്നത് എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സിപി മലയിൽ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാജി സംഘടന അംഗീകരിച്ചില്ല, അംഗങ്ങൾ അദ്ദേഹത്തോട് രാജിവെക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതും. ആ തീരുമാനത്തിൽ തന്നെയാണോ, അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുകയാണോ? എന്തായാലും ഈ കൌൺസിൽ രാജി അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഞ്ജുഷ, എന്തായാലും നമുക്ക് ബി ഉണ്ണികൃഷ്ണന് എന്താണ് പറയാനുള്ളത്? ബി ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. ഫെഫ്കയുടെ ജനറൽ കൌൺസിലായിരുന്നു ഇന്ന് ചേർന്നിരുന്നത്. അവിടെയാണ് ബി ഉണ്ണികൃഷ്ണൻ തന്റെ രാജി സന്നദ്ധത അറിയിച്ചത്. പക്ഷേ അംഗങ്ങൾ അദ്ദേഹം രാജിവെക്കേണ്ട എന്ന നിലപാടിലാണ്. മാറ്റ പിളർന്ന് ഫെഫ്ക രൂപീകരിച്ചത് മുതൽ
ഫെഫ്കയുടെ തലപ്പത്ത് ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. ഫെഫ്കയിലെ വിവിധ യൂണിയനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഒറ്റ വാക്കായിട്ട് ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. പല വിവാദങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ആ ഘട്ടത്തിലൊക്കെ ഫെഫ്കയുടെ തലപ്പത്ത് തന്നെ ബി ഉണ്ണികൃഷ്ണൻ തുടരുകയായിരുന്നു. ഇതിനു മുൻപും തനിക്ക് ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, താൻ രാജിവെക്കുന്നു എന്നുള്ള കാര്യം മുൻപും അറിയിച്ചിട്ടുള്ളയാളാണ് ബി ഉണ്ണികൃഷ്ണൻ. പക്ഷേ അവിടെ ഉണ്ണികൃഷ്ണൻ തന്നെ തുടരണം എന്നുള്ള ആവശ്യം അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും, അതിലേക്ക് വരാം. അതിനു മുൻപ് നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിനെതിരെ സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. സുമതി വളവ് സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും. മുരളിയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതിനാണ് ഈ പരാതി. ഉടൻ മാനനഷ്ട കേസും നൽകുമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും അറിയിച്ചു. ആരോപണങ്ങൾക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്ന വാദം തെറ്റാണെന്ന് മുരളി കുന്നുംപുറം ന്യൂസ് 18നോട് പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.